ശാരീരികമായിട്ട് മാഷെ തളർത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ മാനസികമായിട്ട് തളർത്താൻ സാധിക്കുന്നില്ല. അത് മാഷെ പ്രതികരണത്തിലൂടെ തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. ഒരു ഭയമോ അല്ലെങ്കിൽ അന്നത്തെ സംഭവങ്ങൾ ഓർത്തിട്ട് പിന്നീട് നമുക്കൊരു ഇതോ ഒന്നും നമുക്ക് സംസാരത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്താണ് ഈ ഒരു സാഹചര്യമൊക്കെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ തരണം ചെയ്യാൻ മാഷെ സഹായിച്ച ഒരു ഘടകം എന്താണ്? അതെ, ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എനിക്കതിൽ പ്രത്യേകിച്ച് ഇന്നതുകൊണ്ട് എന്ന് പറയാൻ തയ്യാറാവാൻ പറ്റുന്നില്ല. അതായത് സ്വാഭാവികമായ തരത്തിലുണ്ടായ ഒരു മനസ്സിൻ്റെ ഒരു ബലം അത് ഉണ്ട് ഒന്ന്. മറ്റൊന്ന്, തീർച്ചയായിട്ടും അങ്ങനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രസ്ഥാനം എനിക്ക് തന്ന പിൻബലം അത് അളവറ്റതാണ്. അത് അന്ന് സംഭവം നടന്ന ദിവസം മുതൽ ഈ ദിവസം വരെ, ഇന്നുവരെ, ഈ വിധി അറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിളിക്കുന്നുണ്ട് താല്പര്യത്തോടു കൂടി വിവരങ്ങൾ അറിയാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ അത്രയധികം പ്രസ്ഥാനത്തിൻ്റെ കരുത്തും കരുതലും താങ്ങും തണലും എനിക്ക് ലഭിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എനിക്കെന്നല്ല, പൊതുവെ സംഘപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നവർക്കൊക്കെ അതുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, നമ്മൾ സാധാരണ എല്ലാവരും പറയും നമ്മുടെ കുടുംബം എങ്ങനെ നമ്മളോട്. അപ്പോൾ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, പ്രത്യേകിച്ച് എൻ്റെ സഹധർമ്മിണി, അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണയും ശക്തിയും അതും അളവറ്റതാണ്. ഇത്തരം പ്രയാസങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ അന്നത്തെ സംഭവത്തിന് ശേഷമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ യാത്ര ചെയ്യുന്നതിന് ഒക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്കൊരു തടസ്സമാവാത്ത തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെയുള്ളൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് എൻ്റെ സഹധർമ്മിണി മോള്, അങ്ങനെയുള്ള ഇത് ലഭിക്കുന്നുണ്ട്. പിന്നെ നിരന്തരമായി ഇപ്പോൾ പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള കരുതലുകളും ഒക്കെ നമ്മളെ മനസ്സ് ബലപ്പെടുത്താൻ സാധിക്കും. സർവോപരി നമ്മൾ സ്വീകരിച്ചൊരു ആദർശമുണ്ടല്ലോ, ആ ആദർശത്തിൻ്റെ കരുത്ത് അത്രയേറെയാണ്. നമ്മൾ പിന്നെ എന്താണ് പറയുക, ഒരു പക്ഷേ നമ്മുടെ കണ്ണടർന്ന് പോയേക്കാം, കാൽ തളർന്ന് വീണേക്കാം, കൈകൾ തളർന്നു പോയേക്കാം, ഒന്നിച്ച് വന്നവരിടയ്ക്ക് വെച്ച് മടങ്ങിപ്പോയി എന്ന് വരാം. ഇതൊക്കെയാണെങ്കിലും നാം സംഘമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നിരന്തരം ഉച്ചരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിലൂടെ അറിയാത്ത തരത്തിലുള്ളൊരു ആത്മീയ ചൈതന്യം, ഒരു ആധ്യാത്മിക ശക്തി കൂടി നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക.